ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫോൾഡബിൾ ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് 5G എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് തന്നെ രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.7 ഇഞ്ചിന്റെ വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് 3.64 ഇഞ്ചിന്റെ ഒരു ചെറിയ ഡിസ്പ്ലേ ഒരു ഹാഫിൽ വരുന്നതായിരിക്കും. ഇതിലും AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ വരും. പിന്നെ പല ആപ്പുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വന്നേക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിന്റെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റും അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ വേരിയന്റും ആണ് ഇപ്പം വന്നിട്ടുള്ള ടീസറിൽ കാണിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8020 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കേടില്ലാത്ത ഒരു 5G പ്രോസസറാണ്. ഇത് ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ വില 50,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസർ എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 8GB റാം വരെയും 512GB ഇന്റേണൽ വരെയും വന്നേക്കാം. LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് ഈ ഫോണിൽ വരും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. DTS സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഹൈറസ് ഓഡിയോയുടെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ചിലപ്പം ഇതിൽ വോയിസിന്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. ഇത് കൂടാതെ 10.8 MP ഒരു ക്യാമറ സെൻസറും വരുന്നതായിരിക്കും. ഇത് മിക്കവാറും ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയേക്കാം. പിന്നെ ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4590 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ ഇത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. 70 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരും. അപ്പം ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് ടെക്നോയുടെ ഫ്ലിപ്പ് 2 എന്നുള്ള ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ വില ഗ്ലോബൽ മാർക്കറ്റിൽ ഏകദേശം 58,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബൽ മാർക്കറ്റിൽ ഏകദേശം അതിനടുത്ത് വരുന്നൊരു പ്രൈസിംഗിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കുറഞ്ഞേക്കാം. ഒരു 40,000 to 45,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചിലപ്പം ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് 5G എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.